Hello guys, welcome back to my YouTube channel. I'm Avani. You're watching Avani House World. അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ വിചാരിച്ച് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. ഇപ്പോൾ കേസ് ഇപ്പോൾ സമയം വന്നിട്ടൊരു 11:30 ആയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഒരു 8:30 ആയപ്പോൾ എണീറ്റ്, 8:30, 9 ഒരു ടൈമൊക്കെ ആയപ്പോൾ എണീറ്റ്. അപ്പോൾ കേസ് ഞാൻ രാവിലെ ഫുഡ് കഴിച്ചില്ലായിരുന്നു, ചായ കുടിച്ചായിരുന്നു. ചായ ഞാൻ തണുത്തിട്ടാണ് കുടിക്കാറ്. അപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ട് കൂടെ ഞാൻ കപ്പലണ്ടി കഴിച്ചായിരുന്നു. അപ്പോൾ ഞാൻ കപ്പലണ്ടിയും ചായ കുടിച്ചു. അത് കഴിഞ്ഞ് ഇനി പിന്നെ ഇങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതുകൊണ്ട് കുറേ നേരം ഫോണിൽ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ഇനി അമ്മയ്ക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ വിചാരിച്ചു അടുക്കളയിൽ. അപ്പം ഇന്ന് അമ്മയ്ക്ക് പോണ്ടാത്തത് കൊണ്ട് തന്നെ അമ്മേനെ കുറച്ച് ഹെൽപ്പ് ചെയ്യാം, അരിഞ്ഞൊക്കെ കൊടുക്കാമെന്ന് വെച്ചു. അപ്പോഴാണെങ്കിൽ വെളിയിൽ ഭയങ്കര മഴ, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ മഴയും കണ്ടുകൊണ്ടിരുന്ന ഉച്ചയ്ക്കൊന്നും ആവത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ പിന്നെ നേരെ ഉള്ളി അരിയാൻ വിചാരിച്ചു. അപ്പം ഉച്ചയ്ക്ക് ഉള്ളി അരിഞ്ഞ് കൊടുക്കണം കറി വയ്ക്കാനായിട്ട്. പിന്നെ ഉള്ളി തൊലിച്ചു കൊടുത്തു. പിന്നെ ചീനി ഞാൻ ഭയങ്കര കാര്യത്തിൽ ചീനി അരിയാന്നൊക്കെ പറഞ്ഞെടുത്ത്. അപ്പോൾ ഈ ഒരു കഷ്ണം കണ്ടപ്പോൾ അമ്മ പറഞ്ഞ് വെച്ചിട്ട് പോ, ഇരട്ടിപ്പണിയൊക്കെ ഇല്ലെന്ന്. പിന്നെ ഞാൻ അവിടെ വെച്ചിട്ടിങ്ങനെ വന്നു. എൻ്റെ ഇത് ഹെൽപ്പ് വേണ്ടാന്ന് പറഞ്ഞു ഗൈസ്, വിഷമിപ്പിച്ച് വിട്ടു. പിന്നെ സവാള ഇത് ഞാനാണ് അരിഞ്ഞതെന്ന് പറഞ്ഞാൽ അമ്മ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ അമ്മയാണ് അരിഞ്ഞ കേസ്. ഇപ്പോൾ വേണ്ട സാധനങ്ങളൊക്കെ റെഡിയായി. കൊച്ചുള്ളി കുറച്ചേ ഉള്ളൂ, ബീഫ് അതുകൊണ്ട് അതിനുള്ളതേ ഉള്ളൂ. വെളുത്തുള്ളി, ഇഞ്ചി കണ്ടിട്ട് ക്യാമറ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഗസ് ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നല്ല രസമാണ്. അതുകൊണ്ട് നമ്മുടെ സവാള, എനിക്ക് വീഡിയോ എടുക്കാനല്ലേ അറിയൂ. സവാള ഭയങ്കര വലുതായിപ്പോയി. കറിവേപ്പില. യെസ്, ഇനി ഞാൻ കുക്ക് ചെയ്യും. ഞാൻ ഒന്നും അരിഞ്ഞില്ലെങ്കിൽ എന്താ, അരിഞ്ഞില്ലെന്ന് പറയാൻ പറ്റില്ല, ഇത് രണ്ടും ഞാനാണ് ചതച്ചത്. യെസ് ഗൈസ്, അപ്പോൾ നമുക്കിനി പോയി കുക്ക് ചെയ്യാം. ഓക്കെ, യെസ്, ഞാൻ കുക്ക് ചെയ്യാൻ പോവുകയാണ്. നിൻ്റെ വകയാണ് എല്ലാവർക്കും ഫുഡ്. ഓക്കെ, യാ ഗൈസ്, ആക്ച്വലി ഇത് കഴിഞ്ഞ സൺഡേ എടുത്ത വീഡിയോ ആണ്. ഞാൻ എന്നിട്ട് ഇതിപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഈ സൺഡേയും കഴിഞ്ഞു, എന്നിട്ട് ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് പോലും ചെയ്യുന്നത്. ആദ്യം തന്നെ ബീഫ് വയ്ക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ മറ്റേ ഇതും കറിവേപ്പിലയും വറ്റൽമുളകും വെളുത്തുള്ളി ഇട്ടു. അതും ഇട്ടിട്ട് ഇനി അത് നല്ലപോലെ ഒരു ബ്രൗൺ കളറാവണം. ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇത് ആക്ച്വലി ബ്രൗൺ കളറായി, പക്ഷേ ക്യാമറയിൽ ഒരുമാതിരി ഇരിക്കുന്നു. പക്ഷെ ശരിക്കും ഇത് ബ്രൗൺ ആയി, സത്യം. നമുക്കിനി ഉള്ളി ഇട്ട് കൊടുക്കാം ഗൈസ്. കൊച്ചുള്ളി, വലിയുള്ളി, എല്ലാ ഉള്ളിയും ചെറിയൊരു പച്ച ചുവപ്പ് മാറുമ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ കാണാൻ പറ്റുന്നല്ലേ, വെട്ടം കൂട്ടി ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കി അതും ബ്രൗൺ ആവണോ, അതൊന്ന് ഇളക്കി കഴിഞ്ഞ് നമുക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഇളക്കിയിട്ട് ഇത് നല്ല ബ്രൗൺ ആവണം. അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഹായ് ഗേയ്സ്, അപ്പോൾ ഇത് ഇത്ര വരെ ആയി. ഇതിങ്ങനെ ഒരു കളറായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ചും കൂടെ ചുമന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാണാം. അപ്പോൾ ഇത് ഇവിടെ വരെ ആയിരിക്കുകയാണ്. ഇനി നമ്മൾ ഉപ്പിടാൻ പോവുകയാണ്. ഇത്ര ഇട്ടിട്ട്
നമ്മൾ ഓൾറെഡി ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഉപ്പിട്ടാണ് ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പും മസാല എന്തൊക്കെയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. സംഭവം ഞാൻ കണ്ടില്ല. ഓക്കെ, എനിവേ, അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ടാൽ മതി. എന്തിനാണ്? ഇത് വഴന്ന് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഉപ്പിട്ടില്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതിപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്. നമുക്കിതിനകത്ത് തക്കാളി ഇടാം. 2 തക്കാളി ഇട്ടിട്ടുണ്ട്. തക്കാളി ലാസ്റ്റാണ് കേട്ടോ. ഇനി ഇതും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് വഴന്ന് വരുമ്പം നമുക്ക് എന്തൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതുവരായി. ശരിക്കും പറഞ്ഞാൽ നേരിട്ട് കാണാൻ ലുക്കുണ്ട് ഗൈസ്. ഇതിലെന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഗൈസ്? അപ്പം നമുക്ക് അതിന് ശേഷം നമുക്ക് മെയിൻ മസാലകൾ ആണ് ഇടാനുള്ളത്. അതിന് തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മൾ വീട്ടിൽ തന്നെ അവിച്ച് ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ്. സംഭവം ഈ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ അമ്മ മാത്രമല്ല, കുറച്ച് ഫ്രണ്ട്സും കൂടെയൊക്കെ ചേർന്ന്, അമ്മയുടെ കുറച്ച് ഫ്രണ്ട്സും കൂടെയൊക്കെ ചേർന്നിട്ട് ഇതിങ്ങനെ വിൽക്കുന്നുണ്ട്. അവർ തന്നെ കഴുകി ഉണക്കി പൊടിച്ചിട്ടൊക്കെ വിൽക്കും. അപ്പം ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. കൊല്ലം, തിരുവനന്തപുരം എല്ലായിടത്തും കൊടുക്കും. എല്ലാം ഇവർ തന്നെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച് എടുക്കുന്ന സംഭവങ്ങളാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ കാശ്മീരി പൊടിയും പിരിയമുളകിൻ്റെ പൊടിയും മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇതും പിന്നെ ഓർഡർ അനുസരിച്ച് എല്ലാം ഇങ്ങനെ ചെയ്താൽ കൊടുക്കും. തിരുവനന്തപുരം, കൊല്ലമൊക്കെ ആണെങ്കിൽ എളുപ്പമായിരിക്കും കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ. അതും ശുദ്ധമായ സംഭവമാണ്. ഇവർ തന്നെ ഉണക്കി പൊടിക്കണതാണ്. പിന്നെ അത് ഉണക്കി പൊടിക്കണ കൂടാതെ അത് ഓൾറെഡി വറുത്തും കൂടെയാണ് കൊടുക്കുന്നത്. വറുത്താണ് പൊടിക്കുന്നത്. അത് വറുത്ത് കൊടുക്കണ പൊടിയാണ്. യെസ്, എനിക്കിതിനെപ്പറ്റി ഭയങ്കര ആധികാരികമായിട്ടൊന്നും അറിഞ്ഞൂടാ, എന്നാലും അതാണ് സംഭവം. അത് കഴിഞ്ഞ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും പിരിയമുളകല്ല, സാദാ മുളക് പൊടിയാണ്. അപ്പോൾ ഇത് ഇത്തിരി എരിവുള്ള മുളക് പൊടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യത്തിനാണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പിടിച്ച കുരുമുളകാണ്. അത് തന്നെ ഉണക്കി പൊടിച്ച സംഭവമാണ്. ഇതിനിടയിൽ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, കുരുമുളക് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തു. പിന്നെ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അതും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്ന ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ, അതും കൂടി ഇട്ട് കൊടുത്ത്. സംഭവം നേരിട്ട് കാണാൻ നല്ല രസമുണ്ട്. ഇച്ചിരി കൂടെ കളറൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ക്യാമറയുടെ കുഴപ്പമാണെന്ന് തോന്നുന്നു. കാരണം ഇതിനകത്ത് ഒരുമാതിരി വേറെ എന്തോ കളറാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ നേരിട്ടാണ് നല്ല രസമുണ്ടായിരുന്നു. നല്ല മണം ഉണ്ടായിരുന്നു. ഞാനല്ലേ വെച്ച അതുകൊണ്ടും കൂടെയാണ്. അപ്പം അങ്ങനെ നമ്മൾ അതിൽ തന്നെ വെള്ളം ഉണ്ടായിരുന്നു. അത് തന്നെ ഇറങ്ങി. പിന്നെ ബീഫിൽ തന്നെ കുറച്ച് നെയ്യുണ്ടല്ലോ, അങ്ങനെ അതും ഇറങ്ങി. അവസാനം അത് ഇങ്ങനെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. വിശക്കുന്നു, ഫുഡ് ചെയ്യും. പിന്നെ ഇന്നത്തെ ഉച്ചക്കത്തെ കറി എന്ന് വെച്ചാൽ ചീനിയും പിന്നെ സലാഡും പിന്നെ ബീഫും അച്ചാറുമായിരുന്നു ഇന്ന് ഉച്ചക്കത്തെ. പിന്നെ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ച് വെറുതെ ഇരുന്നപ്പോഴാണ് അമ്മേൻ്റെ തലയിൽ പേൻ കൊന്നു തരാമെന്ന് പറഞ്ഞത്. എനിക്കാണെങ്കിൽ പേൻ കൊന്ന് തരാനിരിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ പിന്നെ ഇരുന്ന് കൊടുത്തു. അപ്പം ഞാൻ പാസ്ത ഉണ്ടാക്കാൻ പോവുകയാണ്. യെസ്, ഞാനിത് യൂട്യൂബ് ഷോർട്സായിട്ട് ഇടാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പം റെസിപ്പി വേണ്ടവർ ഷോർട്സായിട്ട് ഇടാം. ഭയങ്കര റെസിപ്പിയൊന്നുമില്ല, എനിക്കതിനെ അറിയത്തൊന്നുമില്ല, എന്നാലും ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇനി സവാള അരിയണം. ഓക്കെ, ഉണ്ടാക്കിയിട്ട് പിന്നെ ഗൈസ് ഞാൻ ഉണ്ടാക്കിയത് കഴിച്ച് നോക്കുന്ന ചടങ്ങായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. ഞാൻ എൻ്റെ ഫീഡ്ബാക്ക് ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഷോർട്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, ഇതപ്പോൾ എൻ്റെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ആദ്യം കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. അതുവരേക്കും ബൈ ബൈ.